Hi friends, welcome to Garam Masala, the magic spices of cooking. ബേസൻ ലഡു അല്ലെങ്കിൽ കടലമാവ് ലഡു. ഇന്ന് നമുക്ക് കടലപ്പൊടി ഉപയോഗിച്ച് എങ്ങനെ ലഡു തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ലഡുവിന് ഒരു ചെറിയ തരിതരിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ റവ ചേർക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലപ്പൊടിയുടെയും റവയുടെയും മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. കടലപ്പൊടിയുടെ റോസ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. ഇത് നെയ്യിൽ നന്നായി മൂത്ത് വരുന്നൊരു സ്മെല്ല് വരണം. അതുവരെ നമുക്കിതിനെ ഇളക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1/4 കപ്പ് കാഷ്യൂനട്ട്സ്, 2 ടേബിൾ സ്പൂൺ റൈസൻസ് ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. ഈ കാഷ്യൂനട്ട്സ് ചെറുതായൊന്ന് മുറിച്ചെടുത്തതാണ്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. ഇതിനെ നന്നായി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മിക്സ്ചർ എടുക്കാം. നന്നായി ഉരുട്ടിയെടുക്കണം. ഇതിൻ്റെ മുകളിലായി നമുക്കൊരു കാഷ്യൂനട്ട് വയ്ക്കാം. ഇതിന് നമുക്ക് ഒന്നുകൂടെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ലഡു തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ലഡു കൂടെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് മിക്സ്ചർ എടുക്കാം. ഇതിനെ നന്നായി ഉരുട്ടിയെടുക്കണം. ഇതിലോട്ട് നമുക്കൊരു കാഷ്യൂനട്ട് വെച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ലഡുവും തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബേസൻ ലഡു തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.